വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുവാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ പര്യാപ്തമല്ലെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീർനാകുന്നേൽ. ശല്യം ചെയ്യുന്ന മൃഗങ്ങളെ കൊന്നൊടുക്കുവാനുള്ള നിയമമാണ് വേണ്ടത്. ഇതിന് കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്യുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയോര മേഖലയിലെല്ലാം ഇപ്പം വന്യമൃഗ ശല്യത്തിന്റെ അതിപ്രസരം വളരെ കൂടുതലായി നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ദിവസം വയനാടാണെങ്കിൽ തന്നെ നരഭോജിയായ കടുവ അവിടെ കാപ്പിക്കുരു പറിക്കാൻ പോയ ഒരു സ്ത്രീയെ അതിദാരുണമായി കൊല്ലുകയും അവരുടെ തല ഉൾപ്പെടെ അവിടെ കടിക്കുകയും സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത് 1972 കൊണ്ടുവന്ന ഒരു നിയമമാണ്, വന്യജീവി ആക്ട്. യഥാർത്ഥത്തിൽ ഈ നിയമം ഇപ്പം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് നിയമം. അതിനെ ആ നിയമം മാറ്റാതെ ഇതിന് സത്യത്തിൽ യാതൊരു പോംവഴിയില്ല. പലരും ഫെൻസിങ് ഇടാം, അതല്ലെങ്കിൽ നമുക്കറിയാം ബാക്കിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുള്ളൂ. ഈ ഫെൻസിങ് ഒന്നും സത്യത്തിൽ പ്രായോഗികമായി നടപ്പാക്കിയിട്ടൊന്നും പൂർണ്ണമായിട്ട് വിജയം കണ്ടിട്ടില്ല. അപ്പം അതിനെ സംബന്ധിച്ചോളം, നമ്മളെ സംബന്ധിച്ചോളം, എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ വനം മൃഗങ്ങൾക്കുള്ളതും നമ്മുടെ കൃഷിയിടങ്ങൾ നമ്മുടെ ഇവിടുത്തെ ജനത്തിനുള്ളതുമാണ്. അപ്പം വനത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക്, നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരുന്ന മൃഗങ്ങളെ അത് സത്യം പറഞ്ഞാൽ കൊല്ലാനുള്ള നിയമം തന്നെ എടുത്താൽ അത് മുന്നോട്ട് പോകാൻ സാധിച്ച പരിഹാരമുണ്ട്. അതല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളെ പിടിച്ച് ആ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണം ഫോറസ്റ്റ് അതിൻ്റെ ഭാഗത്തുനിന്ന് കാര്യം ഉണ്ടായാൽ മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. നമുക്ക് സർവ്വരാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഏകാണ്ടമായ ഒരു തീരുമാനമെടുത്ത് സംസ്ഥാന ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ട് ഇതൊരു ജനകീയ വിഷയമാക്കി ഏറ്റെടുത്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ ഈ 1972 കൊണ്ടുവന്ന നിയമം ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് അത് കൃഷിക്കാർക്ക്, നമ്മൾ പറഞ്ഞ പോലെ ഈ വനം യഥാർത്ഥത്തിൽ മൃഗങ്ങളുള്ളതാണ്. അതുകൊണ്ട് ഈ നിയമം മാറ്റാൻ വേണ്ട എല്ലാ പ്രക്രിയകൾക്കും, അതിനെ മാറ്റാൻ വേണ്ട എല്ലാ നടപടികൾക്കും ജില്ലാ പഞ്ചായത്തിന്റെ ഏകകണ്ഠമായ പിന്തുണ ഉണ്ടായിരിക്കും.